ഈസ്റ്റിൽ നിന്നും വാറ് തുടങ്ങി അത് വെസ്റ്റിൽ വരെ എത്തും. അതായത് ഇന്ത്യയെ നശിപ്പിക്കും. ന്യൂക്ലിയർ വെപ്പൺസ് അത് ഉപയോഗിക്കും. അത് ഇന്ത്യന്ന് മാത്രമല്ല, ലോകത്തിൻ്റെ പകുതിയോളം തകർക്കാനുള്ള ന്യൂക്ലിയർ വെപ്പൺസ് പാകിസ്ഥാന്റെ കൈവശമുണ്ട്. ആരുടെ മുമ്പിൽ വെച്ചാ പറയുന്ന? അമേരിക്കൻ ഒരു ജനറലിന്റെ സെൻഡ് ഓഫ് ചടങ്ങിൽ ഇസ്രായേലി ഓഫീസേഴ്സും ചൈനീസ് ഓഫീഷ്യൽസും പങ്കെടുത്ത ആ ചടങ്ങിൽ ഉറപ്പായിട്ട് ഇന്ത്യക്ക് അവിടെ ഇൻവിറ്റേഷൻ കൊടുക്കേണ്ടതാണ്. അതാണ് ഈ സെൻട്രൽ കമാൻഡ് എന്ന് പറയുന്ന സംഭവം. പക്ഷേ ഇന്ത്യക്ക് ഇൻവിറ്റേഷൻ കൊടുത്തില്ല. ആലോചിച്ച് നോക്കൂ, അമേരിക്ക രണ്ടും കൽപ്പിച്ച് ഇന്ത്യയുടെ പുറകെ കൂടിയിരിക്കുകയാണ്. സിമ്പിളൊന്നും അല്ല 50% ടാരിഫ് എന്ന് പറയുന്നത്. ഫ്രണ്ടും ഗ്രിണ്ടും അണ്ടിയും കോപ്പും ഒന്നും അല്ല. ഇതാണ് ഈ രാജ്യത്തെ വിശ്വസിക്കാൻ പറ്റില്ല എന്ന് പല ആവർത്തി ഞാനിത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഇവരുമായിട്ട് അടിച്ചു പ്രശ്നമുണ്ടാക്കി പോകരുത്. അതായത് സ്ട്രാറ്റജിക്കലി അപ്പോൾ ഇന്ത്യയുടെ അമേരിക്കയുടെ ഒരു സ്ട്രാറ്റജിക് പാർട്ട്ണറാണ് ഇന്ത്യ. അതാണ് ഏറ്റവും പ്രധാനം. മിലിറ്ററി സ്ട്രാറ്റജി ഉണ്ട്, ട്രേഡ് സ്ട്രാറ്റജി ഉണ്ട്, പല രീതിയിലുള്ള ബന്ധമുണ്ട് ഇന്ത്യയുമായിട്ട്. ടെക്നോളജി സ്ട്രാറ്റജി ഉണ്ട്, അതേപോലെ തന്നെ സ്പേസിൻ്റെ സ്ട്രാറ്റജി ഉണ്ട്. ഇതൊക്കെയുള്ള രാജ്യത്ത്, ഇന്ത്യയുമായി ഇരിക്കുന്ന രാജ്യത്ത്, ആ ഒരു രാജ്യത്ത് അമേരിക്കയിൽ പാകിസ്ഥാൻ്റെ ആർമി ചീഫ് ഇത് പറയുമ്പോൾ ഞാൻ ഈ പറഞ്ഞ പല വീഡിയോ നിങ്ങളൊന്ന് കണക്ട് ചെയ്ത് നോക്ക്. ഇതെങ്ങോട്ടാണ് ഇത് പോകുന്നത്?